ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ദീച്ചുവിനെ പഴനിക്ക് മുട്ടടിക്കാൻ പോയ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. രാത്രി ഒരു 10 മണി ആകുമ്പോഴത്തേനും നമ്മൾ പഴനിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളവിടെ റൂമൊക്കെ എടുത്തു. എന്നിട്ട് രാത്രി ഞങ്ങളൊന്ന് പുറത്തൊക്കെ കറങ്ങി. പുറത്ത് പറഞ്ഞാൽ പഴനി പരിസരങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി. അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ ഞങ്ങൾ വൈകിട്ടാണ് ഉണ്ടായത് കേട്ടോ. പോയ അന്ന് വൈകിട്ടാണ് ഞങ്ങൾ അവിടെ ഷോപ്പിങ്ങൊക്കെ ചെയ്തത്. കടകളിൽ നിന്ന് കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങളും അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ലേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റു. 3:30 ആകുമ്പോഴത്തേന് എഴുന്നേറ്റുണ്ടാവും. പുലർച്ചെ മുട്ട അടിച്ചിട്ട് പഴനിമല കയറാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് തന്നെ ആയിരുന്നു. അതാണ് തലേ ദിവസം വന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പുലർച്ചെ 3:30 എണീറ്റ് 5 മണി ആകുമ്പോഴത്തേനും ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുട്ട അടിക്കാൻ വേണ്ടി പോയി. ആദ്യമൊക്കെ അവൾ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കരച്ചിലും വഴക്കൊന്നും ഇല്ലാണ്ട് നല്ലപോലെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ അപ്പുറത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആളെ എന്താ കാണിക്കണമെന്നുള്ളത് മനസ്സിലായപ്പോഴാണ് അവൾക്കും മനസ്സിലായത് അവളെ തലയിൽ നിന്ന് മുടി പോവുകയാണ് എന്നുള്ളത്. അത് കണ്ടപ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു. കുറച്ച് ഭയങ്കര കരച്ചിലായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. പിന്നെ മുട്ടടിക്കാൻ നമ്മൾ കുറച്ച് പാടുപെട്ടു. അത്ര നല്ല കരച്ചിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ അത് കണ്ടതോടുകൂടെ അവൾക്ക് പിന്നെ അവളൊന്നും സംഭവിക്കാതായി. എന്നിട്ട് പിന്നെ മുട്ടടിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് നമുക്ക് ചന്ദനമൊക്കെ പൂശി തന്നു. അവരെ അവിടെ നിന്ന് തന്നെ കുളിപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുളിപ്പിച്ചിട്ട് ചന്ദനമൊക്കെ പൂശി തന്നു. എന്നിട്ട് നമ്മൾ നേരെ മല കയറി. അവിടേക്ക് ഫോണ് അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഫോൺ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുകളിലത്തെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല. താഴത്തു നിന്നെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് മല ഇറങ്ങി അവിടെ താഴെ തന്നെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നെയ്റോസ്റ്റൊക്കെ കഴിച്ചിട്ട് ആണ് വന്നത്. ഒരു 10-15 മിനിറ്റ് റൂമിലൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടോ. വരുമ്പോൾ ഞങ്ങൾ കൊല്ലങ്കോട് വഴിയാണ് വന്നത്. പക്ഷേ പോകുമ്പോൾ പൊള്ളാച്ചി വഴിയാണ് പോയത്. ഞങ്ങൾ കാറിലാണ് പോയത്. ഏട്ടൻ്റെ അമ്മയും സിസ്റ്ററും സിസ്റ്ററുടെ മക്കളും പിന്നെ എൻ്റെ അമ്മയും ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. സിസ്റ്ററുടെ മോൻ്റെയും മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ അനിയത്തിയുടെ മോൻ്റെയും മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അവന് 2 വയസ്സാണ്. ഏട്ടന് നല്ല പനിയായിരുന്നു കേട്ടോ. അതാ മാസ്ക് വെച്ചിട്ടിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ വേണ്ടോളം ആസ്വദിച്ചിട്ടാണ് വന്നത്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 11 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.